12 വർഷത്തെ രാജ്യസേവനത്തിനിടയിൽ CRPF സൈനികനായിരുന്ന വിഷ്ണു മനസ്സിൽ കൊണ്ടു നടന്ന ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് അത് ഈ വീടായിരുന്നു. ഈ വീടിൻ്റെ പാലുകാഴ്ച 2 ആഴ്ച മുമ്പാണ് നടന്നത്. ഈ കൊത്തിവെച്ചിരിക്കുന്ന പേര് പോലും അത് വിഷ്ണുവിൻ്റെ മനസ്സിൽ തെളിഞ്ഞ പേരായിരുന്നു. പനോരമ എന്ന പേര് മക്കളുടെ പേരാണ്. 2 കുഞ്ഞു മക്കളുടെ പേരാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അത്തരത്തിൽ 2 ആഴ്ച മുമ്പ് പാലുകാച്ചിനെത്തി നാട്ടുകാരോട് സൗഹൃദം പങ്കുവെച്ച് തൻ്റെ സ്വപ്നങ്ങളിൽ വലിയ സ്വപ്നങ്ങളിലൊന്നായ വീടെന്ന് പറയുന്ന സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നു. ആ വീട്ടിലേക്കാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഒരു മടങ്ങി വരവ് നാട്ടുകാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആഗ്രഹിച്ചിരുന്നില്ല. 2 മാസത്തിന് മുമ്പ് പിന്നെ 1 മാസം ലീവിനുണ്ടായിരുന്നു. അപ്പോൾ പണിയുടെ കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ട് പിന്നെ പെട്ടെന്ന് പോയി. പിന്നെ കഴിഞ്ഞ മാസം 6-ാം തീയതി വന്നു, 5-ാം തീയതി വന്നു, പാലുകാച്ച് കഴിഞ്ഞു. 6-ാം തീയതി പാലുകാച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 27-ാം തീയതിയാണ് പിന്നെ പോണത്. ഈ വീടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ഓർമ്മകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും വലിയ ഭാഗം വീടുമായി ബന്ധപ്പെട്ടതായിരുന്നു. വീടുമായി ബന്ധപ്പെട്ട ഒരു മുറി അത് അദ്ദേഹത്തിൻ്റെ രാജ്യസേവനത്തിൻ്റെ ഓർമ്മയ്ക്കായി മാറ്റി വയ്ക്കണമെന്നത് അദ്ദേഹം ആ വീടെന്ന സ്വപ്നം തുടങ്ങുമ്പോഴോ പറഞ്ഞു വെച്ചിരുന്നു. ആ മുറിയിൽ താൻ ഇതുവരെ ചെയ്ത തൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആ മുറിയിലാകും ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുക. ആ മുറിയിലാകും അദ്ദേഹത്തിൻ്റെ ജീവനറ്റ ശരീരം അവസാനമായി സ്നേഹിതർക്ക് കാണാൻ വേണ്ടി എത്തുക എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. CRPF സൈനികർ അകമ്പടിയോടെയാണ് വിഷ്ണുവിൻ്റെ ഭൗതിക ശരീരം ഈ പുതിയ വീട്ടിലേക്ക് എത്തിയത്. അദ്ദേഹം കടന്നു വന്ന ഓർമ്മകൾ, ആ ജീവിത വഴി, അതെല്ലാം സൂചിപ്പിക്കുന്നൊരു പേര് നൽകണമെന്ന് തീരുമാനിച്ചുകൊണ്ടാകാം ഒരു പക്ഷേ സൈനികൻ വിഷ്ണു വീടിന് പനോരമ എന്ന പേരിട്ടത്. അതേ വീട്ടിലാണ് ഓർമ്മകളൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം വിശ്രമിക്കുന്നത്. പ്രേംശശിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.